തൃക്കാക്കര ഇലക്ഷന്റെ പീക്കിൽ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഗീയവാദിയുടെയും തിണ്ണനിറങ്ങാൻ ഞങ്ങൾ പോവില്ല, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരവാദികളുടെ വോട്ട് കൊണ്ട് ഉമാ തോമസ് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞാലല്ലേ. ഒരു കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ല. അവരെ ആ വാദമൊന്നും അവരില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദി അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ISIS ആണെങ്കിലും ലഷ്കർ-ഇ തോയ്ബയാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അണിയിച്ചത് അവരാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കടുത്ത വിമർശകനായ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുകയാണോ എന്നതാണ്